ഇത് വല്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒക്കെ മുഖം നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തി നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ സ്കോട്ട് ബെസൻറ്റിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നു. അല്ല, പറഞ്ഞത് തന്നെയാണ്. ഇന്ത്യയോട് ഞങ്ങൾ സംസാരിച്ചു, ഇന്ത്യക്ക് കാര്യങ്ങൾ മനസ്സിലായി, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. ഇന്ത്യ എവിടുന്ന് സാധനങ്ങൾ വാങ്ങണം, എപ്പോൾ വാങ്ങണം, ആരിൽ നിന്ന് വാങ്ങണം, എന്ത് വിലയ്ക്ക് വാങ്ങണം, എത്ര ക്വാണ്ടിറ്റി വാങ്ങണം, ഇതെല്ലാം തീരുമാനിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ അവകാശം തീരെഴുതി കൊടുത്തു എന്നാണ് അർത്ഥം. അമേരിക്കയുടെ കൊടുങ്കാറ്റ് വരുമ്പോൾ അങ്ങ് കട്ടപുഴകി വീഴുന്ന ഒരു അഭിമാനം മാത്രമേ ഇന്ത്യക്കുള്ളൂ എന്ന ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്പോക്സ്മാനാണ് പവൻ ഖേരയും. ഇന്ന് 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത് വെളിയിലാണ്. ആ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന ആജ്ഞാനുവർത്തി സ്റ്റേറ്റസായി മാറിയിരിക്കുന്നു. വയറ്റിലോട്ട് ആഹാരം പോയാൽ പോരെ, കുടിക്കാൻ വെള്ളം കിട്ടിയാൽ പോരെ, ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടിയാൽ പോരെ, എന്തിനാണ് അഭിമാനം എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ 1.5 വർഷമായി നിരന്തരം ദ കോൺഗ്രസ് പാർട്ടി ആൻഡ് ദി ഇന്ത്യ ഫ്രണ്ട് ഈസ് പുട്ടിംഗ് ദ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ അണ്ടർ ദ സ്കാനർ. നിരന്തരമായി സമയം കിട്ടുമ്പോഴെല്ലാം ഇന്ത്യയെ ഒരു തേമ്പി അങ്ങ് പോവുകയാണ്. വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഡോക്ടർ മോഹൻ വർഗീസ്, 30 ദിവസത്തേക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അനുമതി നൽകിയെന്ന അമേരിക്കയുടെ പ്രസ്താവന രാജ്യത്തെ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായതാണ്. ഇന്ത്യയുടെ പരമാധികാരം കേന്ദ്ര സർക്കാർ അമേരിക്കയ്ക്ക് മുന്നിൽ പണയം വെച്ചുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. താങ്കളും അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തതുമാണ്. പക്ഷേ പലരും ഇതിനെ ന്യായീകരിച്ചത്, അതായത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് നിൽക്കുന്നവർ ന്യായീകരിച്ചത് അമേരിക്ക അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെയാണ്. എന്നാൽ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നടത്തിയ ഇന്നലത്തെ പരാമർശം കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കില്ലേ? അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഖ്യകക്ഷിയായ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള അനുമതി നൽകിയിരുന്നു. ഇന്ത്യക്കാർ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവരാണ്. അടുത്ത കാലത്താണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. അത് അവർ അനുസരിച്ചു. റഷ്യൻ എണ്ണയ്ക്ക് പകരം US എണ്ണ വാങ്ങാനാണ് ഇന്ത്യയുടെ പദ്ധതി. എന്നാൽ രാജ്യാന്തര വിപണിയിൽ താൽക്കാലികമായി ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് വീണ്ടും അനുമതി നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതല്ലേ? എത്ര അനുസരണയുള്ള രാജ്യം അല്ലേ? സ്കോട്ട് ബെസന്റിൻ്റെ വാക്കുകളാണ്. ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലേ? ഇന്ത്യക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു. സ്കൂളുകളിലൊക്കെ സ്വഭാവം നല്ലതാണെന്ന് പറയുന്നത് അധ്യാപകർ പറയുന്നത്, വിദ്യാർത്ഥികൾ പൂർണ്ണമായി അധ്യാപകരെ അനുസരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നല്ല വിദ്യാർത്ഥികൾ, അച്ചടക്കമുള്ള വിദ്യാർത്ഥികൾ. അവരെയാണ് കൂടുതൽ അധ്യാപകർ പലപ്പോഴും ഇഷ്ടപ്പെടുക. അവർക്കാകണം ഗുണനിലവാരം എന്ന് കൃത്യമായി ഉറപ്പുവരുത്താനാവില്ല. ഒരുപക്ഷെ സ്വല്പമൊക്കെ ഉഴപ്പി നടക്കുന്ന ആളുകൾക്കായിരിക്കാം ഒരുപക്ഷെ നല്ല ഒറിജിനൽ തോട്ട്സ് ഉള്ളത്. പക്ഷേ നാവടക്കി പൂർണ്ണമായി പറയുന്നത് അങ്ങോട്ട് ചെയ്യുന്നു. ഇതൊരു അമേരിക്ക ഒരു ഹെഡ് മാസ്റ്റർ അല്ല എന്നോർക്കണം. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള ചിന്തിക്കുന്ന പ്രേക്ഷകർ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നു. അതായത് ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ റഷ്യയിൽ നിന്നും തൽക്കാലത്തേക്ക് 1 മാസത്തേക്ക് ക്രൂഡ് ഓയിൽ വാങ്ങാൻ അമേരിക്ക അനുവാദം നൽകിയിരിക്കുന്നു. ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കപ്പലിൽ കയറ്റി വെച്ച എണ്ണ അത് 1 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ റഷ്യൻ കപ്പലുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് അനുവാദമുണ്ട്. 95 ലക്ഷം ബാരൽ എണ്ണയാണ് അങ്ങനെ റഷ്യൻ കപ്പലുകൾ കയറ്റി വെച്ചിരിക്കുന്നത്. അതിലൊരു 10-14 ലക്ഷം ബാരൽ തൽക്കാലത്തേക്ക് മുട്ടുശാന്തിക്ക് വേണ്ടി ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ വാങ്ങിയെടുക്കാൻ ഞങ്ങൾ മഹാമനസ്കരായ അമേരിക്ക ഇന്ത്യക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഇത് വല്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒക്കെ മുഖം നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് സംശയമൊന്നുമില്ല. പക്ഷേ അതിന് പ്രതിരോധം ഇവിടെ മെനഞ്ഞു. അങ്ങനെയല്ല, ഇന്ത്യ വളരെ നല്ല ഒരു പങ്കാളിയാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് സെക്കൻഡറി ടാരിഫ് പല ആളുകളും ഈ വീഡിയോകളിലൊക്കെ വന്നുകൊണ്ട് ന്യായീകരിച്ചൊരു കാര്യം, ഈ അമേരിക്ക സെക്കൻഡറി ടാരിഫ് അമേരിക്കൻ കമ്പനികൾ ചുമത്തുന്ന ചില അമേരിക്കൻ ഗവൺമെൻറ് ചുമത്തുന്ന ടാരിഫുണ്ട്. അതുപോലെ ഈ ടാരിഫ് നിലനിൽക്കുന്ന സമയത്ത് ടാരിഫ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ
ഞങ്ങൾ ഇങ്ങനെ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ ഇതറിയാതെ തന്നെ, നയം മനസ്സിലാക്കാതെ തന്നെ, നയത്തിന് തുടർച്ചയാണ് എന്ന് കരുതി ചിലപ്പോൾ ടാരിഫ് അടിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉപരോധത്തിൻ്റെ ഒരു ഇഫക്റ്റ് വരും. അതൊഴിവാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് അമേരിക്ക പറഞ്ഞത്. അത് കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് നിർത്തിയിട്ടില്ലല്ലോ. ഞങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ആകെ ആവശ്യത്തിൻ്റെ എണ്ണ 38%, ആകെ ആവശ്യത്തിന് 38% റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. ഈ അമേരിക്ക പടപ്പുറപ്പാട് തുടങ്ങുന്നതിന് മുൻപ് അമേരിക്ക നിഷ്കർഷിച്ചു. അപ്പം ഞങ്ങൾ കണ്ടറിഞ്ഞ് കുറച്ച് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോഴും 20-21% എണ്ണ ആവശ്യം റഷ്യയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഒരു ദിവസം 1.04 മില്യൺ ബാരൽ എണ്ണ റഷ്യയിൽ നിന്ന് മാത്രം ഇന്ത്യ വാങ്ങുന്നു. അത് മുമ്പ് 2.5 മില്യൺ ബാരലായിരുന്നു എന്നത് ബോധപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ 1.04 മില്യൺ ബാരൽ എന്ന് പറയുമ്പോൾ വലിയൊരു അളവാണെന്ന് തോന്നാം. ശരിയാണ്, ഇപ്പോഴും തുടരുന്ന സ്ഥിതിക്ക് അമേരിക്ക അത് പറയുക എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാണ്. അമേരിക്കയുടെ ഇലക്ട്രേറ്റിന് വേണ്ടി, അമേരിക്കക്കാരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപും സ്കോട്ട് ബെസൻറ്റും ഒക്കെ, ട്രഷറി സെക്രട്ടറി ഒക്കെ ചേർന്ന് പറയുന്നതാണ് ഇന്ത്യ ഗൗനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തി നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ സ്കോട്ട് ബെസൻറ്റിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നു. അല്ല, പറഞ്ഞത് തന്നെയാണ്. ഇന്ത്യയോട് ഞങ്ങൾ സംസാരിച്ചു, ഇന്ത്യക്ക് കാര്യങ്ങൾ മനസ്സിലായി, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. അതായത് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞതിൻ്റെ ഡിറ്റോ തന്നെയാണ്. ഇനിയാണെങ്കിലും വാങ്ങില്ല. ഇതെല്ലാം സ്ഥിതിഗതികൾ നോർമലായി കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നുമൊക്കെ എണ്ണ വാങ്ങിക്കൊള്ളും. തൽക്കാലത്തേക്ക് ഗ്ലോബൽ സപ്ലൈ ചെയിൻ അഫക്റ്റഡ് ആകുന്നതുകൊണ്ട് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും വാങ്ങാൻ അനുവാദം കൊടുത്തു. തൽക്കാലത്തേക്കൊരു അനുവാദം കൊടുത്തു എന്ന് വീണ്ടും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റ് പറയുമ്പോൾ ഇന്ത്യ എന്താണ് പറയേണ്ടത്? അതിശക്തമായി അതിൻ്റെ ക്ലാരിഫിക്കേഷനോടുകൂടി അങ്ങനെ ആരും പറയേണ്ടതില്ല. ഞങ്ങൾക്ക് എണ്ണ വാങ്ങാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് കുറച്ചുകൂടി വ്യക്തമായി, ദൃഢമായി, ഡിപ്ലോമാറ്റിക്കലി പറയേണ്ടതാണ്. അല്ല എങ്കിൽ അമേരിക്കയോട് അതിൻ്റെ ഒരു ആശങ്കയും പ്രതിഷേധവും ഔപചാരികമായി അറിയിക്കേണ്ടതുമാണ്. അതറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല. അത് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയണമെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല എങ്കിൽ ഇന്ത്യ എവിടുന്ന് സാധനങ്ങൾ വാങ്ങണം, എപ്പോൾ വാങ്ങണം, ആരിൽ നിന്ന് വാങ്ങണം, എന്ത് വിലയ്ക്ക് വാങ്ങണം, എത്ര ക്വാണ്ടിറ്റി വാങ്ങണം, ഇതെല്ലാം തീരുമാനിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ അവകാശം തീരെഴുതി കൊടുത്തു എന്നാണ് അർത്ഥം. അതിനർത്ഥം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി പണയപ്പെടുത്തി അടിയറ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ എന്താ വിളിക്കുക? ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റ്, വാസൽ സ്റ്റേറ്റ്, ബനാന റിപ്പബ്ലിക്, ഇങ്ങനെയുള്ള പല പേരുകളിലാണോ? പലപ്പോഴും ഒന്നിനും കൊള്ളാത്ത രാജ്യങ്ങളെയാണ് അങ്ങനെ ബനാന റിപ്പബ്ലിക്കുകൾ. ഒരു വലിയ കാറ്റടിക്കുമ്പോൾ വാഴ, ബനാന ട്രീ ഒടിഞ്ഞു വീഴും. അങ്ങനെ കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞു വീഴാവുന്ന നിലപാടുകളാണോ നമ്മുടേത്? അമേരിക്കയുടെ കൊടുങ്കാറ്റ് വരുമ്പോൾ അങ്ങ് കട്ടപുഴകി വീഴുന്ന ഒരു അഭിമാനം മാത്രമേ ഇന്ത്യക്കുള്ളൂ എന്ന ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്പോക്സ്മാനാണ് പവൻ ഖേരയും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ചോദിക്കാനുള്ള അന്തരീക്ഷം എന്തിനുണ്ടാക്കി കൊടുത്തു? പ്രതിപക്ഷം ഗവൺമെൻറ്റിനെ സാധാരണഗതിയിൽ വിമർശിക്കുന്ന ആഭ്യന്തര നയത്തിൻ്റെ കാര്യത്തിലാണ്. വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ നിരന്തരം ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്തിന്? ഇനി മറ്റൊരു ചോദ്യം. അമേരിക്കയോട് ചേർന്ന് സന്ധി ചെയ്ത് അമേരിക്ക എന്തെങ്കിലും പറയട്ടെ, നമ്മളിവിടെ ചെയ്യാനുള്ളത് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ അതത്ര പോരാ എന്ന് പറയേണ്ടി വരും. അതെൻ്റെ അഭിപ്രായമാണ്. കാരണം ലോകരാജ്യങ്ങളുടെ ഇടയിൽ നമുക്കൊരു അഭിമാനമുണ്ട്. അഭിമാനം വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല, നിലപാടുകളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത ഒരു പ്രതിച്ഛായ. ആ പ്രതിച്ഛായയുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരമാണ് ലോകരാജ്യങ്ങൾ നമുക്ക് നൽകുന്നത്. മുൻപ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവായിരുന്നു, നമ്മുടെ ഗ്രോത്ത് റേറ്റ് കുറവായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, ദാരിദ്ര്യരേഖ താഴെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇന്ത്യയുടെ വാക്കുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ, മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ, അത് BJP എന്നോ കോൺഗ്രസ് ഒന്നുമില്ല, കേട്ടിരുന്നു ലോകം. ഇന്ന് 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷേ
തീരുമാനങ്ങൾ എടുക്കുന്നത് വെളിയിലാണ്. ആ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന ആജ്ഞാനുവർത്തി സ്റ്റേറ്റസായി മാറിയിരിക്കുന്നു. പോളിസി ഓഫ് കൺവീനിയൻസ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഡു വി നീഡ് എ പോളിസി ഓഫ് കൺവീനിയൻസ് ഓർ എ പോളിസി ഓഫ് കൺവിക്ഷൻ? കൺവിക്ഷൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നയങ്ങൾ, അതനുസരിച്ച് വരുന്ന പ്രസ്താവനകൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വില കിട്ടും. വില എന്തിനു വേണം? വയറ്റിലോട്ട് ആഹാരം പോയാൽ പോരെ, കുടിക്കാൻ വെള്ളം കിട്ടിയാൽ പോരെ, ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടിയാൽ പോരെ, എന്തിനാണ് അഭിമാനം എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ജനതയുടെ അഭിമാനബോധമാണ്. ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ അഭിമാനബോധമല്ല, ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മൾ ആരെക്കാളും പിന്നിലല്ല. ഇവിടെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ അഭിമാനബോധം അനാവശ്യമായി അമേരിക്കയുമായി പോരിന് പോകണമെന്നോ വെല്ലുവിളിക്കണമെന്നോ ഗ്വാഗ്വാ വിളിച്ചുകൊണ്ട് വിവാദമുണ്ടാക്കണമെന്നോ അല്ല ഈ പറയുന്നത്. നിർണായക സമയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. ഇന്ത്യ എടുത്തു അങ്ങനെ ഒരു തീരുമാനം. കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ തിരിച്ചു പോകുന്ന വഴി സഹായം അഭ്യർത്ഥിച്ചു ഇന്ത്യ അത് കൊടുത്തു. നല്ല കാര്യമാണ്. നല്ല കാര്യം ഒരു ഗവൺമെൻറ് ചെയ്യുമ്പോൾ അത് നല്ലത് എന്ന് പറയുന്നതാണ് നിഷ്പക്ഷത. അവിടെയാണ് മാർക്കറ്റ്. അല്ലാതെ നിരന്തരം ഗവൺമെൻറ്റിനെ ജയ വിളിക്കുകയോ നിരന്തരം ഗവൺമെൻറ് വിമർശിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്തത് അല്ല സാമാന്യ ജനം ചെയ്യേണ്ടത്. കൃത്യമായി വിമർശനപരമായി ഓരോ തീരുമാനങ്ങളെ കാണുക. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി മിസ്റ്റർ സ്കോട്ട് ബെസന്റ് ക്ലാരിഫിക്കേഷനായി പറഞ്ഞത് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറി എന്ന് കൃത്യമായി പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലെ സംഭവങ്ങളൊന്ന് നോക്കിയാൽ അമേരിക്കയ്ക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുകുത്തിയിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അത് വെറും രാഷ്ട്രീയമാണോ അതോ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? രാഷ്ട്രീയമുണ്ട്. പ്രതിപക്ഷം പറയുമ്പോൾ രാഷ്ട്രീയമുണ്ട്. മോദി എന്ന അധികായൻ, അജയ്യനായ ഒരാൾ പരാജയം അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഗുജറാത്തിൽ അവരോധിക്കപ്പെട്ടതിന് ശേഷം 1/4 നൂറ്റാണ്ടായി പരാജയമറിയാതെ ഒരു തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വ്യക്തിപരമായി പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഭരണകൂടം പരാജയപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒന്നുകിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി പദം, അല്ല എങ്കിൽ പ്രധാനമന്ത്രി പദം, അവിടെ എങ്ങും തന്നെ പരാജയം അറിയാതെ മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയെ എങ്ങനെ തളയ്ക്കണം എന്ന ആലോചനയിലായിരുന്നു വല്ലാതെ ചിതറി നിൽക്കുന്ന പ്രതിപക്ഷം. കോൺഗ്രസ് ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണെന്നൊക്കെ പറയാം. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ 100ഓളം സീറ്റുകൾ നേടി ചെറിയ ഒരു ടേൺ അറൗണ്ടിൻ്റെ സൂചനകൾ കാട്ടുന്നു. എങ്കിലും കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് പലപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഇല്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നയങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്ന ആരോപണമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങളും ഒരു കാര്യം ചെയ്യുന്നു. നിരന്തരമായി ഇന്ത്യയുടെ വിദേശ നയം കഴിഞ്ഞ 1.5 വർഷമായി നിരന്തരം ദ കോൺഗ്രസ് പാർട്ടി ആൻഡ് ദി ഇന്ത്യ ഫ്രണ്ട് ഈസ് പുട്ടിംഗ് ദ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ അണ്ടർ ദ സ്കാനർ എന്ന് പറഞ്ഞാൽ തലനാരിഴ കയറി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് ചെന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വിയോജിപ്പ് പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് പറയാം. വെളിയിൽ പോയി നമ്മുടെ വീട്ടിൽ അതാര് തന്നെ ഭരിച്ചാലും ശരി, എത്ര ക്രൂരനായ ഏകാധിപതിയാണെങ്കിലും ശരി, നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് തെറ്റ് എന്ന് പറഞ്ഞാൽ അത് വങ്കത്വം എന്നേ പറയൂ. അത് രാജ്യസ്നേഹമില്ലായ്മയാണ്. അത് വിമർശിക്കാം. പക്ഷേ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കും നേതൃത്വത്തിനും വിമർശിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്താണ് ആ വിമർശനത്തിൻ്റെ കുന്തമുന ആദ്യമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചത് താനാണെന്ന് ഡൊണാൾഡ് ട്രംപ് 50-ലധികം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. 1-ാം പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ, ലുക്ക് മിസ്റ്റർ ട്രംപ്, യു ആർ നോട്ട് ദ പേഴ്സൺ, വി ഹാവ് ഡിസൈഡഡ് ടു സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ പാകിസ്ഥാൻ്റെ DGMOയുമായി സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു, ഏകപക്ഷീയമായി ഞങ്ങൾ പിന്മാറി എന്ന് പറയേണ്ടടുത്ത് മൗനം പാലിച്ചതുകൊണ്ട് ഉണ്ടായതാണ് ബാക്കി പ്രസ്താവനകളെല്ലാം. ഓരോ പ്രസ്താവനയും ട്രംപ് ഇപ്പോഴും നടത്തുന്നു നിരന്തരമായി. സമയം കിട്ടുമ്പോഴെല്ലാം ഇന്ത്യയെ ഒരു തേമ്പി അങ്ങ് പോവുകയാണ്. വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചു കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതൊരു പ്രതികരണമില്ലായ്മ. 2, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ പ്രതികരണമില്ലായ്മ ട്രംപിനെതിരെ. 2, ഇന്ത്യയുടെ സംഘങ്ങൾ, ശശി തരൂരിൻ്റെ നേതൃത്വത്തിലും ഒക്കെ പല ഡിപ്ലോമാറ്റിക് സംഘങ്ങൾ പോയി
പോയി തിരിച്ചു വന്നു. ഗവൺമെൻറ് നല്ലൊരു കാര്യമാണ് ചെയ്തത്. പ്രതിപക്ഷത്തെ പല ആളുകളെ ഉൾപ്പെടെ ഈ സംഘങ്ങളെ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നതല്ലാതെ ബാക്കിയൊരു ഫോളോ അപ്പിലേക്ക് നീങ്ങിയില്ല. അപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ സഹകരിച്ചു എങ്കിൽ പോലും ഇവിടെ വന്ന് അന്ന് സഹകരിച്ചിട്ട് ഇപ്പോൾ വിമർശിക്കുന്ന ന്യായമോ എന്ന് ചോദിക്കാം. പക്ഷേ എന്താണ് ഫലം? അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇന്ത്യയുടെ നിലപാട് ഇന്ത്യക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ നിലപാട് വേണ്ട രീതിയിൽ അറിയിക്കാൻ പറ്റിയില്ല എന്ന വിമർശനമുണ്ട്. പക്ഷേ വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നയതന്ത്രം അതിൻ്റെ ഹീറ്റ് ഫീൽ ചെയ്ത് തുടങ്ങിയത്. എന്താ വ്യാപാര യുദ്ധം? ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് ഓരോ രാജ്യത്തിനും വിലയിട്ടു. ആദ്യത്തൊന്നും തന്നെ ലിബറേഷൻ ഡേ സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കൊരു വിലയിട്ടു. ഇത്ര ടാരിഫാണ് ഞങ്ങൾ ഇന്ത്യക്ക് അടിച്ചു നൽകാൻ പോകുന്നത്. ആ വിലയിട്ടു. ഇന്ത്യ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടേണ്ട കാര്യമില്ല. പലരെക്കാളും മെച്ചപ്പെട്ട ഒരു റേറ്റാണ് ഇട്ടത്. പക്ഷേ ഒരു 3-4% കിടന്ന ടാരിഫാണ് ഒറ്റയടിക്ക് വളരെ വലിയൊരു ടാരിഫായി മാറിയെന്ന് ഓർക്കണം. അപ്പോഴും കമാന്നൊരക്ഷരം മിണ്ടാൻ ഇന്ത്യ തയ്യാറായില്ല. അപ്പോൾ ഒരു മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്, GATT എന്നാണല്ലോ പറയുക, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, അത് UN ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് എത്തിച്ചേർന്നതാണ്. ആ സാധനമൊക്കെ കുഴിച്ചു മൂടിയിട്ട് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അമേരിക്കയും ഇന്ത്യയും, അമേരിക്കയും ചൈനയും, അമേരിക്കയും മറ്റൊരു രാജ്യവും തമ്മിൽ എന്ന രീതിയിൽ ട്രംപിൻ്റെ നിലപാട് മാറിയപ്പോൾ അതിനെ സംഘടനാപരമായി മറ്റു രാജ്യങ്ങളോട് ചേർന്ന് എതിർക്കാൻ കിട്ടിയ സുവർണ അവസരം ഭാരതം ഉപയോഗിച്ചില്ല. ഒരവസരമാണ് ബ്രിക്സ്, ഇല്ലേ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇറാൻ ഉൾപ്പെടെയുള്ള പുതിയ രാജ്യങ്ങൾ, 10 രാജ്യങ്ങൾ ചേർന്നിരിക്കുന്നു. അങ്ങനെ അവരെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ലോക വിപണികളുടെ 50%-ലധികം, ലോക ജനസംഖ്യയുടെ 50%-ലധികം ഈ രാജ്യങ്ങളിലാണ് ഞങ്ങൾ തമ്മിലുള്ള വിനിമയം വർദ്ധിപ്പിക്കും, വേണ്ടി വന്നാൽ ഒരു കോമൺ കറൻസിയിൽ എത്തി നിൽക്കും. അത്രയൊന്നും പറയാൻ ഇന്ത്യ തയ്യാറായില്ല. മറ്റു പല രാജ്യങ്ങളും അതേക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യ അവിടെയും ഒരു ഫ്ലാറ്റൻ ടു ഡിസീവ് എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തത്. നല്ല ഒന്നാന്തരം അവസരം കളഞ്ഞു കുളിച്ചു. അതിൽ നിന്നും ഊർജ്ജം കൈകൊണ്ടുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് അന്നേരവും റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ കുഴപ്പമില്ല. വ്യാപാര യുദ്ധം തുടങ്ങിയ സമയത്ത് വ്യാപാര യുദ്ധം മുറുകി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ ട്രംപ് കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ എണ്ണ വാങ്ങൽ, ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് റഷ്യ തട്ടിച്ചു കൊടുക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിന് റഷ്യ പണം നേടുന്നത് ഇന്ത്യ കൊടുക്കുന്ന പണമാണ്. ഇന്ത്യ ഷുഡ് സ്റ്റോപ്പ് ബൈയിങ് ഓയിൽ ഫ്രം റഷ്യ എന്ന് പറയാം ട്രംപിന്. ഇന്ത്യ ഷുഡ് ട്രൈ ടു സ്റ്റോപ്പ് എന്ന് പറയാം. പക്ഷേ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇന്ത്യ അമേരിക്കയുമായി ചില ധാരണകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആത്യന്തിക വ്യാപാര ധാരണകളിലാണ്. ആ ധാരണയനുസരിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തും എന്നവർ എനിക്കുറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാണ് പറയുക. ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യ എന്തുറപ്പാണ് നൽകിയത്? അങ്ങനെ ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യ കാട്ടിയില്ല. അതിനർത്ഥം ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതനുസരിച്ച് കൃത്യമായി ചെറിയ തോതിലെങ്കിലും എണ്ണ വാങ്ങൽ റഷ്യയിൽ നിന്ന് കുറച്ചു കൊണ്ടുവന്നു. ഇന്ത്യക്ക് അഭിമാനിക്കാം, പൂർണ്ണമായി റഷ്യൻ എണ്ണ ഇന്ത്യ ഒഴിവാക്കിയില്ല. ഇന്ത്യ ഏതാണ്ട് 38% വാങ്ങിയിരുന്നത് കുറച്ച് കൊണ്ടുവന്ന് ഈ പ്രസ്താവന വരുന്നതിന് ശേഷം കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോഴും 20% വാങ്ങുന്നുണ്ട്. പക്ഷേ ട്രംപ് പറഞ്ഞത് ജനുവരി ആകുമ്പോൾ ഡിസംബർ 31, 2025 പൂർണ്ണമായും വാങ്ങൽ നിർത്തും എന്ന് പറഞ്ഞത് നടപ്പായിട്ടില്ല. ഇന്ത്യ ചെയ്യാനുള്ളത് ഭാഗികമായിട്ടെങ്കിലും ചെയ്തു, പൂർണ്ണമായി ചെയ്തില്ല, ഭാഗികമായിട്ടെങ്കിലും ചെയ്തത് ഇന്ത്യ മുഖം മിനുക്കുന്നതിൻ്റെ ഭാഗമായി കാണാം. ഇപ്പോഴിതാ അവസാന ഘട്ടത്തിൽ ശവപ്പെട്ടിയിലെ അഭിമാനത്തിൻ്റെ പെട്ടിയിലെ അവസാന ആണിയും ട്രംപ് അടിച്ചു. അവിടെയാണ് സ്കോട്ട് ബെസന്റിനെ കുറിച്ചാണ് പറയിപ്പിച്ചിരിക്കുന്നത്. ഇതാ നിങ്ങൾക്ക് ഞങ്ങൾ മാർക്കിട്ട് കഴിഞ്ഞു, നിങ്ങൾ എണ്ണ വാങ്ങിക്കോളൂ, പക്ഷേ ഞങ്ങളുടെ അനുവാദം വേണം, ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് നിത്യവൃത്തിക്കുള്ള എണ്ണ, ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്നും വാങ്ങിക്കൊള്ളൂ. താൽക്കാലികം മാത്രമാണ്, ഓർമ്മയുണ്ടാവണം, താൽക്കാലികമാണിത്. ഏപ്രിൽ ആദ്യ അവസാനിക്കുമ്പോൾ ആ വാങ്ങൽ നിർത്തിക്കോണം. അതിനുള്ളിൽ ഞങ്ങൾ കാര്യങ്ങൾ തീർച്ചമൂർച്ചയുണ്ടാകും. പിന്നെ വാങ്ങുന്നത് ഞങ്ങളിൽ നിന്നാവണം എന്നതാണ് ധ്വനി. അതുകൊണ്ടാണല്ലോ $500 ബില്യൺ കണക്ക് പറഞ്ഞത്. ഇന്ത്യ അത് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യ പറയണമായിരുന്നു അങ്ങനെ 500 ബില്യൺ കച്ചവടം, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ 500 ബില്യൺ ഇന്ത്യയിലേക്ക്. ഇപ്പോൾ 50 ബില്യൺ പോലും ഇല്ലയെന്ന് ഓർക്കണം. അതെങ്ങനെയാണ് 5 വർഷം കൊണ്ട് 500 ബില്യൺ ആക്കണമെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ ഓരോ വർഷവും ഇരട്ടിയിലധികമെങ്കിലും ആക്കണം. അങ്ങനെയെങ്കിൽ എണ്ണ വാങ്ങേണ്ടി വരുമെന്നല്ലേ അർത്ഥം. അമേരിക്കൻ എണ്ണ, വില കൂടിയ അമേരിക്കൻ എണ്ണ, ഒരുപാട് ദൂരം കവർ ചെയ്യേണ്ട അമേരിക്കൻ എണ്ണ, വെനിസുലൻ എണ്ണ ഇന്ത്യ വാങ്ങേണ്ടി വരുമെന്നല്ലേ അർത്ഥം. അപ്പോൾ ഇന്ത്യക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമില്ലേ?
ഈ ചോദ്യങ്ങളാണ്. സ്വാഭാവികമായി ഇന്ത്യ നിലപാടുകൾ എടുക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യേണ്ട സമയത്തെ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. സ്റ്റിച്ച് ഇൻ ടൈം സേവ് ദ നയൻ. ആദ്യം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ ഒരു ശൃംഖല 6-7 ഉദാഹരണങ്ങൾ സഹായത്തോടെ ഞാൻ പറഞ്ഞല്ലോ. ആദ്യം തന്നെ പറയണമായിരുന്നു, ലുക്ക്, എത്രയും ബഹുമാനത്തോടെ പറയട്ടെ, മിസ്റ്റർ ട്രംപ്, മിസ്റ്റർ പ്രസിഡന്റ്, let us tell you this as a nation, as a self-respecting nation, let us tell you, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് വേണ്ടി ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട്, വാഷിങ്ടൺ DC-യിൽ ഇരുന്നു കൊണ്ട് താങ്കൾ പ്രസ്താവന നടത്തേണ്ടതില്ല. നയതന്ത്ര ഭാഷയുണ്ട്, ഇതൊക്കെ ക്രൂരമായ ഭാഷയാണ്, പക്ഷേ കുറച്ചുകൂടി നയതന്ത്രപരമായ സോഫ്റ്റായ ഭാഷയിൽ ഈ മെസ്സേജ് ഇന്ത്യ കൺവേ ചെയ്തിരുന്നെങ്കിൽ പിടിവിട്ട് പോകില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ എന്തും പറയാം, അതൊരു താരിപ്പായി മാറി, അതൊരു നാട്ടുനടപ്പായി മാറി, അതൊരു രീതിയായി മാറി. അത്രയുമായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് ക്യാൻസർ പോലെ വളർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുന്നു, ശക്തമായ പ്രസ്താവന നടത്തുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ ഒന്ന് ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ശ്രീ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി. അത് ട്രംപിനെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ആരോടുമല്ലാത്തൊരു പ്രസ്താവനയാണ്. റൂൾ ബേസ്ഡ് ലോകക്രമം, റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത. അതായത് അമേരിക്ക ഈ കുതിരകയറ്റം ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും നേരെ നടത്തുന്ന, ഇറാനെതിരെ ഉൾപ്പെടെ നടത്തുന്നത് അഭികാമ്യമല്ല, ആലോചിക്കേണ്ടതാണ് എന്ന് അർത്ഥം വരുന്നൊരു പ്രസ്താവന നടത്തി. പക്ഷേ അത് അമേരിക്കയെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്. അമേരിക്ക എന്നൊരു വാക്കേ പറയുന്നില്ല, ട്രംപ് എന്ന വാക്കേ പറയുന്നില്ല. കുറച്ചുകൂടെ സ്പെസിഫിക്കായി ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി, സോഫ്റ്റ് പവർ ഡിപ്ലോമസി നമ്മൾ കാട്ടേണ്ടതുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം.